അപ്പൊ ഗൈസ് നമ്മൾ വീണ്ടും എത്തി. ഇന്ന് നമ്മുടെ ക്യാമ്പ് റെയിൽവേ സ്റ്റേഷനിലാണ്. കണ്ടപ്പോ മനസ്സിലായിണ്ടാവും കുറച്ച് ദൂരെയാണ്. സെക്കൻഡ് സാറ്റർഡേ അല്ലേ ഈ മാസത്തെ. അപ്പൊ നമുക്ക് സാധാരണ എല്ലാ സെക്കൻഡ് സാറ്റർഡേ നമ്മുടെ ഏക ഒരു ക്യാമ്പ് ഉണ്ടാവാറുള്ളൂ തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരം ക്യാമ്പാണ് പോണേ. സമയം ഏകദേശം ഒരു 11:30 ആയിട്ട് 11:45 നമ്മുടെ വണ്ടി. നമ്മുടെ സാധനം എപ്പോഴും കാരണം അതേ വണ്ടിയാണ്. വെള്ളിയാഴ്ച എല്ലാ ഗുരുവായൂർ എക്സ്പ്രസ് ഇപ്പൊ ഇതിന്റെ ചെന്നൈ എക്സ്പ്രസ് ആണ്. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് ആണ്. നമ്മൾ ഇതിൽ ഏകദേശം ഒരു 10-12 വട്ടം കയറിയിട്ട്. അപ്പോ നമുക്ക് റിസർവ് ഒക്കെ ആയിട്ട് അത്ര പാടൊന്നും പെട്ടില്ല. അപ്പോ നമുക്ക് ഇനിയുള്ള ക്യാമ്പ് 2 ദിവസം അടുപ്പിച്ചിട്ടാണ് വരുന്നത്. മറ്റന്നാളിപ്പോ ശനിയാഴ്ച തിരുവനന്തപുരം, അതിന്റെ പിറ്റേന്ന് നമുക്ക് എന്താ മലപ്പുറമാണ് വരുന്നത്. അടുപ്പിച്ചാണ് വരുന്നത്. ഇത് കുറെ ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെ അടുപ്പിച്ചൊരു ക്യാമ്പ് എടുക്കേണ്ട അവസ്ഥ വരുന്നത്. കാരണം സാധാരണ അടുപ്പിച്ച് വരാറുണ്ട്. പക്ഷെ കഴിഞ്ഞ 2-3 മാസമായിട്ട് നമുക്ക് ഇങ്ങനെ അടുപ്പിച്ചെടുക്കേണ്ട ഇതുവരെ വന്നിട്ടില്ല. ഇത് നമുക്ക് ട്രെയിൻ വരുമ്പോ കാണാം. ഗൈസ്, അപ്പൊ നമ്മുടെ ട്രെയിൻ എത്തി. SS7 ആണ് നമ്മുടെ കോച്ച്. നമുക്ക് ഒരാൾക്ക് മിഡിൽസും ഒരാൾക്ക് സൈഡ് അപ്പറാണ് കിട്ടിയ. SS7 തന്നെയാണ് നമ്മുടെ വരണത്. പിന്നെ നമുക്ക് കാലത്ത് കാണാം. കാലത്ത് അവിടെ ഇറങ്ങുക. നമ്മൾ എന്തായാലും നേരത്തെയാണ് എത്താ. MC റെസ്റ്റ് എടുക്കുക. പിന്നെ അപ്പൊ നമുക്ക് കാണാം. ബൈ. നമ്മള് അപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിൽ ഇറങ്ങി. ഉറക്കപ്പിച്ചിലാണ് ഞാൻ ഇരിക്കണം. ഉറക്കം കിട്ടാത്തതിന്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. പിന്നെ YMCA പോയിട്ട് ഉറങ്ങാനൊക്കെ സമയമുണ്ട്. നമ്മൾ നമ്മുടെ YMCA എത്തിയിട്ട് സമയം ഇപ്പം ഏകദേശം ഒരു 6 മണിയല്ലേ. 6 മണി ആയിട്ട് കുറച്ച് നമ്മൾ സാധാരണ ഒരു 5:30-ഒക്കെയാണ് എത്താറുണ്ട്. ഒരു 6 മണി ആയിട്ട്. എന്നാലും നമുക്ക് 2 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ട് നമുക്ക് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, പ്രത്യേകിച്ച് ഉറക്കം കിട്ടിയില്ല. എന്ത് പറഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് ഉറക്കം കിട്ടിയില്ല. പൊതുവടി ഉണ്ടായിരുന്നില്ല. സാധാരണ പൊതുവടിയൊക്കെ കിട്ടാറുണ്ട്. പൊതുവടിയിൽ പക്ഷെ ഉറങ്ങാൻ സുഖം ഉണ്ടായിരുന്നില്ല. അല്ലാതെ അപ്പൊ നമുക്കൊന്നും ഇവിടെ കസാരകളൊക്കെ വേണ്ടിയില്ല. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഇന്ന് ആൾക്കാരെ എത്ര പേര് അറിയില്ല. നമ്മുടെ തിരുവനന്തപുരം ക്യാമറ പ്രത്യേകത മുകളിലാണ് നമ്മൾ സാധാരണ എടുക്കാറ്. അവിടെ വലിയ ഹോളാണ് കിട്ടാറ്. ആ വലിയ ഹോളിൽ കിട്ടുമ്പോൾ ആൾക്കാർ കുറയും. ഈ ചെറിയ ഹോളിൽ എടുക്കുമ്പോൾ ആൾക്കാർ കൂടും. അതാണ് നമ്മളൊരു ഒരവസ്ഥ. കഴിഞ്ഞോട്ട് നമ്മൾ വെച്ചപ്പോ ഒരു മഴ പെയ്താൽ കുറെ പേര് മഴ പിടിച്ചിരുന്നു. അപ്പൊ അവരൊക്കെ ഒന്ന് വരും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഈ കസാരയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. നമ്മളപ്പോ കസാരയൊക്കെ ജസ്റ്റ് നന്നായിട്ടാണ് പണിയെടുത്ത് കൊടുക്കാൻ. ഭയങ്കര ടാക്ടിക്കലായിട്ടാണ് നമ്മൾ ഓരോ കസാര എടുത്ത് വെച്ചത്. ഒരു ചെറിയ ഇളക്കം മതി, എല്ലാ കസാരയും അടിഞ്ഞു വേണ്ടി വരും. പിന്നെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യം കുഴപ്പമില്ലാണ്ട് എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാൻ പോണേ. എന്നിട്ട് നമുക്കിപ്പോ സമയം ഏകദേശം 7:30 നമ്മളിപ്പോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിമ്പിളൊക്കെ വരച്ച് എല്ലാവർക്കും വേണ്ടി അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ സിമ്പിളൊക്കെ വരച്ച് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ അഡ്മിഷൻ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണപ്പെടുന്നതാണ്. നമ്മളെ കുറേ പേര് വെല്ലുവിളിച്ചിട്ട് മാർഷൽ ആർട്സ് പഠിച്ചവരും ഉണ്ട്, പഠിക്കാത്തവരും ഉണ്ട്. ഞാൻ ഇത്ര പേരെ അടിച്ചു.
അത്ര പേര് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. ഇവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ, ഇവിടേക്ക് പഠിക്കാൻ വരുന്നവര് മറ്റേ നാട്ടുകാർ പോയി പഠിക്കാൻ ഇടിക്കാനാണ് എനിക്കറിയില്ല. മാർഷൽ ആർട്സ് നമുക്ക് ഒരാൾ ഇടിക്കാനല്ല, നമ്മുടെ സെൽഫ് മാത്രമാണ് ഒരു മാർഷൽ ആർട്സ് നമുക്ക് ഉള്ളത്. പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് മറ്റേതൊക്കെ, അല്ലാണ്ട് ഇടിക്കാൻ വേണ്ടി പഠിക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായി അപ്പം തന്നെ പറഞ്ഞേക്കുന്നതാണ്. ഇപ്പൊ അവർക്ക് ഇത്ര ഫൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരാദ്യം അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ് അല്ലെങ്കിൽ കറക്റ്റ് ഇതിന്റെ പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ പോകാം. അല്ലാണ്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇടി ഉണ്ടാക്കാൻ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാണെങ്കിൽ നമുക്ക് ലീഗലായിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരും. കാരണം ഇപ്പൊ അവരൊന്ന് നമ്മളടിച്ചാലും നമ്മളടിച്ച് അവരടിച്ചാലും പ്രശ്നം പറയുന്നത് രണ്ട് കൂട്ടുകാരില്ല. ഇവിടെ ആർക്കും ഇവിടെ ലാഭമില്ല, നഷ്ടമില്ല. നഷ്ടം വന്നാൽ ഞങ്ങൾക്ക് മാത്രമാണ്. അപ്പോ വരണവര് മൊത്തം ഇതിന്റെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞിട്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഞാൻ ഇതിനെ പഠിച്ചു ഇടിച്ചിടാൻ പറ്റുമോ അനുഭവം പറയാം. നമുക്ക് ക്ലാസ്സിൽ ആൾക്കാർ വരുമ്പോ കാണാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വെച്ചിട്ട് ഇപ്പൊ നമ്മള് ആൾക്കാർക്ക് നമ്മളെ സിമ്പിളിന്റെ ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് നമ്മളിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് പോണേ. ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. ഫസ്റ്റ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പേർക്ക് വയ്യാണ്ടായി കിടക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ സീനിയേഴ്സിന്റെ ബാച്ചാണ്. അതിൽ ആൾക്കാർ പ്രാവശ്യം കുറഞ്ഞതുകൊണ്ട് കുറച്ച് പേര് വേറെ ജില്ലകളിൽ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരമൊക്കെ കൊല്ലത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പോസിബിലിറ്റി ആയിട്ടില്ലോ നിൽക്കാലോ, കുഴപ്പമില്ലല്ലോ. ആദ്യം ബോഡി ഒന്നും ഇതേപോലെ റിയാക്ട് ചെയ്യും. അപ്പോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കിൽ ഇപ്പൊ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിലെ സമയം ഇന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് 12 അതിനിടയിൽ നമുക്ക് എന്താ ബ്രേക്ക് തരാൻ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കാൻ പോണേ. നമ്മുടെ പ്രത്യേകത പറയുമ്പോൾ നമ്മുടെ വന്ന പെൺകൊച്ച് ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. ബർത്തിനായിട്ട് 10 ദിവസത്തിൽ അരങ്ങേറ്റെടുത്ത വെച്ചാണ്. ഫേമസ് പുള്ളിയാണ്. നമുക്കൊരു ഭാഗ്യമില്ലെങ്കിൽ അത് കഴിവുള്ള പിള്ളേരെ കാണാൻ
നമുക്ക് ലഞ്ച് കഴിക്കാം. ക്യാമ്പ് ക്യാമ്പ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ട്രെയിൻ ഏകദേശം 5 മണിക്കാണ്. അപ്പോൾ നമുക്ക് 4 ക്യാമ്പ് ഏകദേശം എല്ലാം ആദ്യം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും മനസ്സിലായി. കാരണം നമ്മൾ ഏതൊരു മാർഷൽ ആർട്സിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനും ഈസിലി പഠിക്കാനും പറ്റുന്ന ഒരു കാര്യം. കാരണം നമ്മൾ മാർഷൽ ആർട്സിന്റെ ഇതിനകത്ത് ഇവിടെ വന്നപ്പോൾ ഏറ്റവും എനിക്ക് നന്നായിട്ട് മനസ്സിലായ മറ്റൊരു കാര്യം, മാർഷൽ ആർട്സിനകത്തൊക്കെ എല്ലാം ഫൗളുകളും മറ്റു കാര്യങ്ങളുള്ളപ്പോൾ നമുക്കിത് പ്രധാനമായിട്ട് ജീവിതത്തിൽ എങ്ങനെ നമുക്കൊരു സെൽഫ് ഡിഫൻസ് പഠിക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റി. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമുക്ക് ഇതിനകത്ത് ഫൗളുകളില്ല. ഫൗൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാർഷൽ ആർട്സ് ഇപ്പോൾ കളരി ആയിക്കോട്ടെ, കരോട്ടെ ആയിക്കോട്ടെ, അങ്ങനെ ചില എന്തെങ്കിലും കാണിക്കുമ്പോൾ അതിനകത്ത് ഫൗള് വരുന്നുണ്ട്. ഇതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സ്ട്രീറ്റിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഈ വലിയ ഒരു ജനക്കൂട്ടത്തെ എങ്ങനെ നമുക്ക് ഭയങ്കരമായ ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നമുക്ക് നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ആയി നല്ല രീതിയിൽ അത്. ഞാൻ കരാട്ടയും കളരിയെല്ലാം പഠിക്കുന്നുണ്ട്. ഞാൻ ഇത് ആദ്യം ഇൻസ്റ്റഗ്രാമിലൂടെ അച്ഛൻ പറഞ്ഞു തന്നെയാണ്. അന്നേരം ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റത്തില്ല, കാരണം സ്റ്റാമിന ഒന്നും ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഇതിൽ ചേർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. എൻ്റെ പേര് സജിൻ എന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന IT ഫീൽഡിലാണ്, ടെക്നോ പാർക്കിലാണ്. അപ്പോൾ ഞാൻ ഈ ഓറാബോക്സിനെ പറ്റി അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അറിഞ്ഞത്. ആക്ച്വലി ആദ്യം 2-3 അഡ്വർടൈസ്മെന്റ് കണ്ടു. പക്ഷേ എനിക്ക് ആദ്യം എല്ലാവരും പോലെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ആദ്യം രജിസ്റ്റർ ചെയ്തില്ല. പക്ഷേ പിന്നീട് എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നി, ഞാനത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ക്ലാസ്സിൽ വന്നു. ഇപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ മാറി. ഞാൻ വിചാരിച്ച പോലെയല്ല, കുറച്ചുകൂടി ഇതൊരു പ്രാക്ടിക്കലാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ വെച്ച് എനിക്കിത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ നമ്മളെ പോലെ ഉള്ളവർക്ക് ഇത് പറ്റുമോ എല്ലോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി. ഇത് എന്നെപ്പോലെ ഉള്ള ഫിസിക്കൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്കും പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ പ്യൂർലി ഇത് റെക്കമെൻഡ് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിനോടായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഇത് ഫേക്ക് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് അവർക്ക് ഒരു പക്ഷേ ഈ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്ത് നമ്മുടെ തിരുവനന്തപുരം ക്യാമ്പ് കഴിഞ്ഞു. എല്ലാവരും പോയി. നല്ല കുഴപ്പമില്ല, നല്ല രസമായിരുന്നു ക്യാമ്പ്. എല്ലാവരും നല്ല എനർജറ്റിക് ആയിരുന്നു. പിന്നെ നമ്മുടെ വന്ന പെൺകൊച്ചും അടിപൊളിയായിരുന്നു. എല്ലാം ചെയ്തതും നമ്മൾ വിചാരിച്ചില്ല ഇത്ര എനർജിയും ഇത്ര പെർഫോമൻസ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല. പറയുമ്പോ നമ്മള് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചാലും ഭയങ്കര അടിപൊളിയായിട്ടാണ് ആ പെൺകൊച്ചും മറ്റേ ശിവഗംഗ ചെയ്ത. പിന്നെ ബാക്കി എല്ലാവരും ഡോക്ടറും ആളുടേതായ നോളേജ് നമ്മുടെ ടാക്കുകളിൽ അത് പറഞ്ഞു തന്നു. അതിന്റെ ബാക്കിലത്തെ സയൻസ് ഒക്കെ പറഞ്ഞു അച്ഛന്മാരെ. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മുടെ ട്രെയിൻ എന്ന് വരുന്നത് 5ാമത്തെ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ 698 നമ്മുടെ ട്രെയിൻ. തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ആണ്. പരമാവധി ഇവിടെ കെട്ടിടാൻ നമ്മുടെ ട്രെയിൻ 5:15 അവിടെ ഒരു ഏകദേശം 11 മണിക്ക് എത്തും. ഇതാ നമ്മുടെ അതായിരിക്കുമോ നമ്മുടെ ട്രെയിൻ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിൻ അവിടെ കെട്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ അവിടെ കയറാം. നമ്മുടെ സീറ്റ് 51-54 അപ്പുറത്താണ്. എവിടെയാണ് നമ്മുടെ സീറ്റ് വരിക? 56 കഴിഞ്ഞിട്ട് എത്തും.
ഇതാണ് നമ്മുടെ, ഇതിന്റെ മുകളിലാണ് നമ്മൾ കിടക്കാൻ പോണേ. കണ്ണാടിയൊക്കെ. അപ്പൊ നമുക്കിനി തൃശ്ശൂർ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മള് തൃശ്ശൂർ ഞാൻ ഒരിക്കലും ചാടി ഇറങ്ങും, ഞാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോ ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഓറ ബോക്സിന് ഇനിയും വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ. അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാവരും, ബൈ.